നമസ്കാരം സാർ. നമസ്കാരം. സാർ, നമ്മൾ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിരവധി മണ്ഡലങ്ങളിലെ വിഷയങ്ങൾ ചർച്ച ചെയ്തായിരുന്നു. ത്രികോണ മത്സരം നടക്കുന്നത്, BJP നേരിട്ട് LDFനോടും UDFനോടും ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങൾ, കോൺഗ്രസ് ദുർബലമായ മണ്ഡലങ്ങൾ, CPM ദുർബലമായ മണ്ഡലങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യാതെ പോയ ഒരു മണ്ഡലം എനിക്കിപ്പോൾ പ്രസക്തമായിട്ട് തോന്നുന്നു. അങ്ങുമായിട്ട് വ്യക്തിപരമായി സംസാരിച്ചപ്പോൾ കിട്ടിയ ഒരു സൂചന കൂടി വെച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ തൃക്കരിപ്പൂർ മണ്ഡലം സ്ഥിരമായിട്ട് ഇടതുപക്ഷം ജയിച്ചു വരുന്ന ഒരു മണ്ഡലമാണ്. അവിടെ ഇത്തവണ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട്. അവിടെ മത്സരിച്ചത് BJPയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ചേക്കേറിയ നമ്മുടെ സന്ദീപ് വാര്യറാണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ തൃക്കരിപ്പൂരിൽ ഒരു അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്താണ് സാർ തൃക്കരിപ്പൂരിൽ നടന്നത്? എന്താണ് അവിടെ, ആർക്കാണ് ജയസാധ്യത? അതായത് തൃക്കരിപ്പൂരിൽ സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥിയായപ്പം മുതലേ ഒരു ചൊല്ലുണ്ടായിരുന്നു, ഇത് നേർച്ചക്കോഴിയായിട്ട് വിട്ടതാണ്, കോൺഗ്രസിന്റെ നേർച്ചക്കോഴിയാണ്, ബലിയാട്. കാരണം 1977 ഈ മണ്ഡലം രൂപീകരിച്ചത് തൃക്കരിപ്പൂർ. അന്ന് മുതൽ ഇന്ന് വരെ അവിടെ മാർക്സിസ്റ്റുകാരെ ജയിച്ചിട്ടുണ്ട്. അത് ഈ O ഭരതൻ, അതുപോലെ തന്നെ E.K. നായനാർ തുടങ്ങിയ കണ്ണൂരിന്റെ വീരനായകന്മാർ, സിംഹങ്ങളും വീരനായകന്മാരും മാത്രം അവിടെ നിന്ന് ജയിച്ചിട്ടുള്ള സ്ഥലമാണ്. കഴിഞ്ഞ തവണ ശ്രീ രാജഗോപാൽ MLA, M രാജഗോപാൽ MLA അവിടുന്ന് വിജയിച്ചത് 25,000 വോട്ട്, 25 അല്ല 26,000 ചില്ലാനോ വോട്ടാണ് ജയിച്ചത്. അതിനു മുമ്പ് ചന്ദ്രശേഖരനാണ് ജയിച്ചത്. അതെ, അതും 10,000-ന് നല്ല ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അപ്പം ഈ ഇലക്ഷൻ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ മണ്ഡലം രൂപീകരിച്ച 1977 മുതൽ ഇന്ന് വരെ, അതായത് 2021 അവസാനത്തെ ഇലക്ഷൻ വരെ മാർക്സിസ്റ്റുകാരല്ലാതെ ആരും ജയിച്ചിട്ടില്ല. അവിടെ സാധാരണക്കാരായ മാർക്സിസ്റ്റുകാരൊന്നുമല്ല, വലിയ കൊടികെട്ടിയ വിപ്ലവകാരികളൊക്കെ നിന്ന് ജയിച്ചു. സാർ, എനിക്ക് തോന്നുന്നു ഇപ്പൊ ആ മണ്ഡലം CPIക്കാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ചന്ദ്രശേഖരൻ CPIയുടെ ആളായിരുന്നു, റവന്യൂ മിനിസ്റ്റർ. പിന്നെ ചന്ദ്രശേഖരനല്ല, ഇത് പൂർണ്ണമായിട്ട് ഇത് CPM-ന്റെ കോട്ടയാണ്. CPM-ന്റെ കോട്ടയിലാണ് ഈ മത്സരം നടന്നിട്ടുള്ളത്. ഇവിടെ CPM-കാർക്കുള്ള മണ്ഡലമാണ്. തൃക്കരിപ്പൂർ അവർ വേറെ ആർക്കും കൊടുക്കില്ല, അത് കൊടുക്കുകയില്ല, അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാറില്ല. അപ്പോ ഇത്തവണ എല്ലാവരും വിചാരിച്ചു എന്തായാലും ഈ പാവത്തിനെ ഇങ്ങനെ കൊല്ലാൻ വിട്ടിരിക്കാൻ ഇത്രയും വലിയ സാഹസമൊക്കെ ചെയ്തിട്ട് എന്ന് പറയും. പക്ഷേ അത്ഭുതം എന്ന് പറയട്ടെ, അവിടെ വലിയ രീതിയിൽ ഇലക്ഷൻ മുന്നോട്ട് നീങ്ങിയപ്പോൾ സന്ദീപ് വാര്യർക്ക് വളരെ ഗുണകരമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, ലീഗിന്റെ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണ കോൺഗ്രസ്സുകാരും വളരെ ശക്തമായിട്ട് പിന്തുണയ്ക്കുന്നുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം, മണ്ഡലത്തിന്റെ ഒരു ഗതി കുറേശ്ശെയായിട്ട് മാറി വരുന്നുണ്ട്. ഒരിക്കൽ ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ പാർലമെന്റിലേക്ക് മത്സരിച്ചത് കോഴിക്കോട് മണ്ഡലത്തിന്റെ ഭാഗമാണ്, കാസർഗോഡ് മണ്ഡലം, കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിന്റെ ഭാഗമാണ്. അപ്പം കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ മത്സരിച്ചപ്പോൾ ലീഡ് ചെയ്തു 10,000-ൽ പരം വോട്ടിന്, 10,400 അതായത് വേണമെന്ന് വെച്ചാൽ ചക്ക വേരിലും കായ്ക്കും, അങ്ങനെ ഒരു ചാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വന്നപ്പം വീണ്ടും ലീഡ് UDF തിരിച്ചു പിടിച്ചു, LDF തിരിച്ചു പിടിച്ചു. അത് 6,000 ചില്ലാനും വോട്ടായിരുന്നു. 6,000 ചില്ലാനും വോട്ടിന് വീണ്ടും ലീഡ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് ഈ മണ്ഡലത്തിൽ അങ്ങനെയാണെങ്കിൽ ഒരു ശക്തമായ ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട്. അത് വോട്ടായി മാറുകയാണെങ്കിൽ അവിടുന്ന് സന്ദീപ് വാര്യർ ചാൻസ് ഉണ്ട്. അതിനാണ് അവര് PPP മുസ്തഫ ഇട്ടത്. ഡോക്ടർ PPP മുസ്തഫ എന്ന് പറഞ്ഞ കാൻഡിഡേറ്റ് ഇടതുപക്ഷത്തിന് നല്ല രീതിയിൽ ചാനൽ ചർച്ചയിലൊക്കെ വരുന്ന സാധാരണ കാസർഗോഡ് ജില്ലയിൽ പൊതുവെ സമ്മതനാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥാനാർത്ഥി ഇട്ടതെന്ന് വെച്ചാൽ തൃക്കരിപ്പൂർ ഒരിക്കലും നമ്മുടെ കയ്യിൽ നിന്ന് പോരുത്. പക്ഷെ ആ തൃക്കരിപ്പൂരിൽ ഇപ്പോ വളരെ മാറ്റങ്ങൾ ഉണ്ടായിരിക്കുന്നു. അതിൽ പൊതുവെ പറയുന്നത് തൃക്കരിപ്പൂര് ഇത്തവണ കാറ്റ് മാറി വീശും. തീർച്ചയായിട്ടും സന്ദീപ് വാര്യർക്ക് അനുകൂലമായിട്ട് വരുമെന്ന്. സന്ദീപ് വാര്യർക്ക് അനുകൂലമാകണമെങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, തീർച്ചയായും അവിടെ ഒരു മാർക്സിസ്റ്റ് പാളയത്തിലെ ഒരു തിരുത്തൽവാദി ഗ്രൂപ്പെങ്കിലും അതിനകത്ത് ഉണ്ടായിട്ടുണ്ടാവണം. അല്ലെങ്കിൽ ഒരിക്കലും അങ്ങനെ വരാൻ വഴിയില്ല. സന്ദീപ് വാര്യർ വിജയിക്കണമെങ്കിൽ പാർട്ടിക്കുള്ളിൽ ഇത്തവണ ഒരു തിരുത്തൽ വേണം എന്ന് ചിന്തിക്കുന്ന, അതായത് നമ്മുടെ തളിപ്പറമ്പിലും പയ്യന്നൂരും പോലുള്ള ഒരു ചിന്ത ആ മണ്ഡലത്തിലും വന്നിരിക്കണം. അല്ലെങ്കിൽ ഒരിക്കലും അവിടെ സന്ദീപിന് വിജയിക്കാൻ കഴിയില്ല. പക്ഷെ ഇപ്പൊ പറയുന്നത് സന്ദീപിന് അങ്ങനെ ഒരു എഡ്ജ് ഉണ്ട്. ഒരു അവിടെ പാർട്ടിക്ക് ഉള്ളിൽ ഒരു വിള്ളലുണ്ട്, ചെറിയൊരു പ്രശ്നമുണ്ട്. ആ പ്രശ്നം മുതലാക്കാൻ ഈ അവസരം അവർ ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സന്ദീപിനായിരിക്കും വിജയമെന്നാണ്. ആ വിജയത്തിലാണ് സന്ദീപ്
രക്ഷപ്പെടുമെന്ന്. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത് സാർ, ആ മണ്ഡലത്തിൽ അതിശക്തമായ പ്രചാരണ പ്രവർത്തനങ്ങൾ നടന്നു. അത് കോൺഗ്രസ് നടന്നു. സന്ദീപ് ഒട്ടും വിട്ടുകൊടുത്തിട്ടില്ല. ഇല്ല. സന്ദീപ് ഒന്നാമത് ഈ നന്നായിട്ട് RSSലും BJPയിലും ഒക്കെ ഉണ്ടായിരുന്നോണ്ട് ഇയാൾക്ക് ഈ പണി എടുക്കാനും പണി എടുപ്പിക്കാനും അറിയാം. സംഘടനാ പ്രവർത്തനം പൂർണ്ണമായിട്ടും നല്ലവണ്ണം അറിയുന്ന കോർഡിനേറ്റ് കൊണ്ടുപോയിട്ടുള്ള ആളാണ്. പിന്നെ താഴെത്തട്ടിൽ വരെ പ്രവർത്തനം എത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രചരണം ഏതൊക്കെ രീതിയിൽ കൊഴുപ്പിക്കാമോ ആ രീതിയിലൊക്കെ കൊഴുപ്പിച്ച് മണ്ഡലത്തിൽ സന്ദീപ് വാര്യറും UDFും നിറഞ്ഞു നിൽക്കുന്ന വിധത്തിൽ കൊണ്ടുവരാനും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഇലക്ഷൻ ഒരു ക്യാമ്പയിൻ മോഡിൽ മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ലീഗിന്റെ വലിയ പിന്തുണ സന്ദീപ് വാര്യർക്കുണ്ട്. സന്ദീപ് വാര്യരെ സംരക്ഷിക്കണം, സന്ദീപ് വാര്യർ ജയിക്കണം എന്നാഗ്രഹിക്കുന്ന ലീഗിൽ ഒത്തിരി പേര്. ലീഗിന് പണക്കാട് കുടുംബത്തിനൊക്കെ നല്ല താല്പര്യം, പ്രത്യേകിച്ചും BJP വന്നതുകൊണ്ട് അയാളെ നമ്മൾ വളരെ എന്താ പറയുക, നല്ല സുരക്ഷ കൊടുക്കണം, അയാൾക്ക് നല്ല തണല് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ EK നായരുടെ മണ്ഡലത്തിൽ അങ്ങനെ കൈപ്പത്തി ചിഹ്നത്തിൽ സന്ദീപ് വാര്യർ വരുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ്. അങ്ങനെ വരുന്നത് CPM-ന് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അല്ല, പരാജയപ്പെട്ടാൽ തളിപ്പറമ്പിലെ TK ഗോവിന്ദന്റെ വിജയം പോലെ അവർക്ക് വിജയം ഉണ്ടാകുമെന്ന് പറയുന്നത് പോലെ അവർക്ക് ഭയപ്പെടുന്നത് നാണക്കേടുണ്ടാക്കുന്ന ഒന്നായിരിക്കും തൃക്കരിപ്പൂരിൽ. ഈ കണ്ണൂരിൽ ഇതാണെങ്കിൽ കാസർഗോഡ് തൃക്കരിപ്പൂരിലെ പരാജയം പാർട്ടിയെ ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. അത് വളരെ ഒരു കാര്യം കൂടി, ആ മണ്ഡലത്തിൽ BJPയുടെ ഒരു സാഹചര്യം എങ്ങനെയാണ്? BJPക്ക് ഒരുവിധ വോട്ടുള്ള മണ്ഡലമാണ്. ഒരുപാടൊന്നും അല്ല, എന്നാലും 10,000-ന് അടുപ്പിച്ച് വോട്ട് കിട്ടുന്ന സ്ഥലമാണ് അത്. പിന്നെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അത് വലിയൊരു പ്രസക്തി വരുമെന്ന് തോന്നുന്നില്ല. നല്ല പോളിംഗ് നടന്നൊരു സ്ഥലമാണ്. അപ്പൊ അവിടെ പൊതുവേ ഈ സന്ദീപ് BJP വിട്ടു പോയത് കൊണ്ട് തന്നെ BJPക്കാർക്ക് സന്ദീപിനോട് ഒരു വിരോധം ഉണ്ടായിരുന്നു. പക്ഷെ അത് വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്തില്ല. അതിന്റെ കാരണം വെച്ചാൽ സന്ദീപ് എന്തായാലും തോക്കും എന്നൊരു ധാരണയായിരുന്നു. കാരണം തൃക്കരിപ്പൂരല്ലേ മത്സരിക്കുന്നത്. തൃക്കരിപ്പൂര് മാർക്സിസ്റ്റുകാരായിട്ട് കൊന്നോളും, അതുകൊണ്ട് നമ്മൾ വലുതായിട്ടൊന്നും പണിയാൻ പോകണ്ട എന്നൊരു ചിന്തയായിരുന്നു BJPയിലെ പലർക്കും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വലിയ സന്ദീപിന് ഗുണമായി. അതല്ലായിരുന്നെങ്കിൽ BJP പണി കൊടുക്കാനുള്ള സാധ്യത കൊടുത്തിരുന്നെങ്കിൽ. എന്നാലും പിന്നെ അവിടെ ചില തടസ്സങ്ങളൊക്കെ സന്ദീപിന് വരുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. എന്തായാലും ഈ സാഹചര്യങ്ങൾ പലതും ഒത്തുവരുമ്പോൾ ഭരണവിരുദ്ധ വികാരവും അതോടൊപ്പം ഒരു തിരുത്തൽവാദി പാർട്ടിക്കുള്ളിൽ നിന്നുള്ള വരികയും ചെയ്താൽ സന്ദീപിന് ഗുണകരമായിട്ട് വരുമെന്നാണ് പൊതുവെ അറിവ്. എന്തായാലും നമുക്ക് മെയ് 4-ന് അറിയാം. മറ്റു ഒരുപാട് അത്ഭുതങ്ങളും അട്ടിമറികളും അടിയൊഴുക്കുകളും ഒക്കെ അറിയാനുണ്ട്. അതിലൊന്നാണ് നമ്മൾ പല മണ്ഡലങ്ങളും ചർച്ച ചെയ്തു. പക്ഷെ ഈ തൃക്കരിപ്പൂർ അത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഈ പറഞ്ഞതുപോലെ സാറ് പറഞ്ഞല്ലോ, അത് CPM-കാർ ജയിക്കുന്ന അല്ലെങ്കിൽ LDF ജയിക്കുന്ന ഒരു മണ്ഡലമാണ് എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷെ അതിനകത്തൊരു വലിയ വ്യത്യാസം കാണുന്നു. അതുകൊണ്ടാണ് നമ്മളത് ചർച്ച ചെയ്യണമെന്ന് വിചാരിച്ചത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. മെയ് 4-ന് അറിയാം ആർക്കാണ് തൃക്കരിപ്പൂർ ലോട്ടറി ആകുന്നത്, ആർക്കാണെന്ന് അറിയാം. നന്ദി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.